നാരായണന് വേണ്ടിയിട്ട് നാരായണൻ എഴുതിയ നാരായണീയം. നമസ്കാരം, ഞാൻ ജയപ്രഭ. നാരായണീയം. വൃശ്ചികം 28 ഒരു ഗുരുവായൂർ ഏകാദശി ദിവസം ഭഗവാന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എഴുതി ആ ഭഗവാന്റെ ഭാഗവതത്തിനെ ആസ്പദമാക്കിയിട്ട് അതിനെ ആധാരമാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയ ഭക്തികാവ്യം, ഒരു സംസ്കൃത കാവ്യം നാരായണീയം. ഗുരുവായൂർ അമ്പലത്തില് നമുക്കറിയാം, ആ കൊടിമരം കഴിഞ്ഞിട്ട് നമ്മൾ നാലമ്പലത്തിലേക്ക് കിടക്കണം. അവിടെ പണ്ടൊക്കെ അവിടെ നിന്ന് നമ്മുടെ തിരുമേനിമാര് ചന്ദനം ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് കളപ്പ് അരയ്ക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് കിടക്കുമ്പോൾ തന്നെ കാണാൻ അവർ ചെയ്യണത്. അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മൾ കിടക്കുമ്പോൾ തന്നെ ഒരു തിണ്ട് പോലെയുണ്ട്. അവിടെ എപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ ഇരുന്നിട്ട് അത്രേ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാന് വേണ്ടിയിട്ട് നാരായണീയം രചിച്ചത്. എപ്പോഴും ആ സ്ഥലത്ത് പോകുമ്പോൾ ഭഗവാന്റെ കൂടെ അവിടെ നിന്ന് നമുക്ക് ഭഗവാനെ കാണാം. നമുക്ക് ആ നാലമ്പലത്തിലേക്ക് തന്നെ നമ്മൾ കടന്നുണ്ടാവും. അവിടെ നിന്നാലും ആ ഭട്ടതിരിപ്പാടിനെയും കൂടി ഞാനൊന്ന് സ്മരിച്ചിട്ടേ പിന്നീട് മുന്നോട്ട് പോവാറുള്ളൂ. ശരിക്കും പറഞ്ഞാല് നാരായണൻ അത് നരനായിട്ട് നമ്മുടെ മുന്നിൽ തന്നെ എപ്പോഴും ഉണ്ടാവും. ഭഗവാൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. പല 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 കാരണങ്ങളുണ്ടാവും. അതിൻ്റെ ഒരു പ്രധാനമാണ് ജീവിച്ചിരുന്ന ഇത്തരം ഇതിഹാസമായിട്ടുള്ള മനുഷ്യര്. നാരായണീയത്തിന് ശേഷം ഇത്രയും ഒഴുക്കോട് കൂടിയിട്ടുള്ള സംസ്കൃത പദാവലികൾ അനശ്രുത ഇങ്ങനെ കൈമാറ്റം ചെയ്ത് പന്ത് തട്ടി കളിക്കണ പോലെ ഇത്രയും ഭാഷാശുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു സംസ്കൃത കാവ്യം അത് വിരളം തന്നെയായിരുന്നു. നാരായണീയത്തിനെ അനുകരിച്ചുകൊണ്ട് പല പല കാവ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് അതൊരിക്കലും നാരായണീയത്തിന് പകരമായിട്ടില്ല. എന്താണ് കഥ? എങ്ങനെയാണ് ഇത്രയും വലിയൊരു കാവ്യം ഗുരുവായൂരപ്പന് അദ്ദേഹം സമർപ്പിച്ചത്? അച്യുത പിഷാരടി എന്നാണ് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ അധ്യാപകന്റെ പേര്. കലശലായ വാതരോഗം മൂലം വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്നതായിരുന്നു ഗുരുനാഥൻ. ഗുരുനാഥന്റെ ആ ദേഹപീഠ അത്രയും നല്ല ശിഷ്യനായിട്ടുള്ള അദ്ദേഹത്തിന് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഗുരു തന്നെയാണ് കൺകണ്ട ദൈവം എന്ന് മനസ്സിലോർത്തുകൊണ്ട് അദ്ദേഹം ഛായാദാനം എന്നൊരു ഏർപ്പാടിലൂടെ അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ വാതരോഗം തന്നിലേക്ക് ആവാഹിച്ചെടുക്കാൻ നോക്കി. ഛായാദാനം വേറൊന്നുമല്ല, ഒരു ശരിക്കും അത് അതിലൊക്കെ സത്യങ്ങളുള്ള കാലം തന്നെയാണ്. കാരണം വേറൊരു എപ്പിസോഡില് അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ്. പല ആളുകൾ ഇപ്പോഴും ജ്യോതിഷം അല്ലെങ്കിൽ ഇതൊക്കെ തട്ടിപ്പാണ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുടെ മുന്നിൽ ഇത് ജ്യോതിഷം തന്നെ ഞാൻ പറയണില്ല. പക്ഷെ ഛായാദാനത്തിന്റെ ഒരു വലിയ മാതൃക അത് സത്യം തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു ഇപ്പൊ നമ്മുടെ നാരായണത്തിന്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ അച്യുത പിഷാരടി അദ്ദേഹത്തിന്റെ രോഗം ഇദ്ദേഹം ഛായാദാനത്തിലൂടെയാണ്. അതായത് ഒരു കിണ്ണത്തിൽ അല്ലെങ്കിൽ ഒരു ഉരുളിയില് പൊട്ടുപാത്രത്തില് വെള്ളം അല്ലെങ്കിൽ എണ്ണ എന്താ വെച്ചിട്ട് അതിന്റെ പ്രതിബിംബം വെച്ചിട്ട് അതിൽ നിന്ന് രോഗത്തെ ആവാഹിച്ചെടുക്കുക, അങ്ങനത്തെ ഒക്കെയാണ് അതിന്റെ ഏർപ്പാട്. വിശദമായിട്ട് ഞാൻ വേറൊരു എപ്പിസോഡ് പറയും. കാരണം എൻ്റെ വീട്ടിലെ തന്നെ ഒരാളുടെ രോഗം അതേപോലെ വാങ്ങിയിട്ടുള്ളൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഒരു നമ്പൂതിരി, ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ, ആ ഒരു കഥയാണ് അത് പറയുന്നത്. അതുപോലെ പിന്നെയും പല പല ഉദാഹരണങ്ങൾ അതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ അസത്യമാണ്, എല്ലാം കൺമുന്നിൽ തെളിഞ്ഞതായി ഞാൻ വിശ്വസിക്കുന്നൊക്കെ പറയുന്നത് ചില കാര്യങ്ങളിൽ മണ്ടത്തരം തന്നെയാണ്. അത് എനിക്ക് വിശ്വാസമാണ്. പക്ഷെ നമുക്കതൊരിക്കലും ശാസ്ത്രീയമായിട്ടോ യുക്തിപരമായിട്ടോ പറയാൻ പറ്റിയത് പോലും വരില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. അതാണ് അനന്തം അജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം തന്നെയല്ലേ. അതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഛായാദാനത്തിനെ പറ്റിയിട്ട് വേറൊരു എപ്പിസോഡിൽ നമ്മൾ വന്ന് പറയും. ചിലപ്പോൾ അതിന് അച്ഛനായിരിക്കാം എന്നേക്കാളും അത് കൂടുതൽ അത് പറയാൻ യോഗ്യൻ. കാരണം അച്ഛൻ അതിൻ്റെ ദൃക്സാക്ഷിയാണ്. നമ്മുടെ സ്വന്തം അത്രയും വലിയൊരു ബന്ധുവിനാണ് ഇത് നടന്നതും. അത് പിന്നെ പറയാം. ഇപ്പൊ മേൽപ്പത്തൂരിന്റെ കഥയിലേക്ക് തന്നെ വരട്ടെ. അതിൽ വരുന്ന സമയത്ത് അങ്ങനെ ഗുരുനാഥന്റെ വാതരോഗം അദ്ദേഹം ഏറ്റുവാങ്ങുകയാണ്. അപ്പൊ അദ്ദേഹം വിചാരിച്ചതെന്ന് വെച്ചാൽ ഗുരുനാഥന് വയസ്സായില്ലോ, അപ്പോൾ അത്രയ്ക്ക് ഈ രോഗം കലശലായാലും താങ്ങാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. ചിലപ്പോൾ ആ ഒരു രോഗപീഠം മൂലം വയസ്സാകാൻ അല്ലെങ്കിൽ മരണകാലം വരെ ഈ ഒരു വേദന സഹിച്ച് അദ്ദേഹം നിൽക്കണമല്ലോ. പക്ഷെ ഞാൻ ചെറുപ്പമാണ്, 27-26 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്, മേൽപ്പത്തൂരിനന്ന്. ആ ഒരു സമയത്ത് ഞാൻ ഞാൻ കുറച്ച് യുവത്വമൊക്കെ ആണല്ലോ, മാത്രമല്ല നമുക്കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന അദ്ദേഹം വിചാരിച്ചത്. പക്ഷേ ഈ വാതരോഗത്തിന്റെ തീവ്രത താങ്ങാൻ അബ്ദിയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാല്
ആളുടെ ഗുരുത്വം കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തത്. കാരണം അധ്യാപകന്റെ വേദന കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു ഉത്തമ ശിഷ്യനായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിനും ഇനിയിപ്പോ യുവത്വമാണ് ചെറുപ്പമാണെന്നൊക്കെ പറഞ്ഞാലും ഇത് ശരീരം അങ്ങോട്ട് യൗവനത്തിൽ പോലും ഈ വാതരോഗത്തിന്റെ ആ ഒരു കാഠിന്യം കൊണ്ടിട്ട് സമ്മതിക്കണില്ല. അപ്പൊ ആളപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചപ്പോ അച്യുത പിഷാരടിക്കാണെങ്കിൽ അങ്ങോട്ട് സ്വന്തം ശിഷ്യനോട് എന്നിട്ട് അത്രയായിട്ട് വലിയൊരു അനുഗ്രഹമാണ് കൊടുത്തത്. അതിനു മുന്നേ ഗൃഹസ്ഥാശ്രമമൊക്കെ സ്വീകരിച്ചിട്ടുള്ള ആൾ തന്നെയായിരുന്നു നമ്മുടെ മേൽപ്പത്തൂര്. അപ്പോൾ അങ്ങനെ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് അങ്ങനെ എല്ലാം വിട്ടെറിഞ്ഞ് പോരാൻ പറ്റില്ലല്ലോ. കാരണം കൂടെ വിശ്വസിച്ച് പോകുന്ന വേളിയോടും മക്കളോടൊക്കെ അതിൻ്റെതായ ഒരു ധർമ്മം പുലർത്തണം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അച്യുത പിഷാരടി ഇദ്ദേഹത്തിന് ഉപദേശിക്കുകയാണ് ഗുരുവായൂരപ്പനെ, സാക്ഷാൽ ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള ഗുരുവായൂർ ചെന്നിട്ട് അദ്ദേഹത്തെ ഗുരുവായൂരപ്പനെ ഭജിക്കുമെന്ന് അദ്ദേഹം ഒരു വഴി കാട്ടിത്തരുന്ന. അപ്പൊ ആ ഒരു സമയത്ത് എന്താ ഉണ്ടായി എന്ന് പറഞ്ഞാല് ഇദ്ദേഹം ഗുരുവായൂർക്ക് അന്ന് ഗുരുവായൂർ ഇത്രയും വലിയൊരു ക്ഷേത്രമായിട്ട് വന്നിട്ടില്ല, ഇത്രയും വലിയ ഡെവലപ്മെന്റ് ഒന്നും വന്നിട്ടില്ല. പണ്ടത്തെ ചിത്രങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് 15, 16 നൂറ്റാണ്ടുകളിൽ നടക്കുന്ന കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് നമുക്കറിയാലോ ചെറുശ്ശേരി 15-ാം നൂറ്റാണ്ട്, എഴുത്തച്ഛൻ 17-ാം നൂറ്റാണ്ട്, കുഞ്ചൻ നമ്പ്യാർ 18-ാം നൂറ്റാണ്ട് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഇദ്ദേഹം മേൽപ്പത്തൂർ എഴുത്തച്ഛന്റെ ഒക്കെ സമകാലീനായിരുന്നു. അപ്പൊ അന്നത്തെ ഗുരുവായൂരാണ് പറയുന്നത്, ഇത്രയും വർഷങ്ങൾക്ക് മുന്നത്തെ ഗുരുവായൂർ. അപ്പൊ അദ്ദേഹം അങ്ങനെ ഗുരുവായൂർ വന്ന് കുളിച്ചു തൊഴാണ്. 41 ദിവസത്തെ ഭജന എന്നുള്ള രീതിയിൽ തന്നെ വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് ഗുരുവായൂരപ്പൻ ഇത് ചെയ്തിട്ട് ഞാൻ വേറെ ഇനി ഒരു മഹാവൈദ്യനെ അങ്ങേ ഉള്ളൂ, ബാക്കി വൈദ്യം കൊണ്ടൊന്നും ഇത് ഭേദമാവണില്ല, ഇനിയിപ്പോ ഭഗവാനെ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഗുരുവായൂരപ്പന്റെ മുന്നിലേക്ക് എത്തുന്നത്. ആ സമയത്ത് എന്താ ഉണ്ടായെന്ന് വെച്ചാല് ഭജന തന്നെയാണ് ആദ്യം നടക്കുന്നത്, കാവ്യരചനയൊന്നുമല്ല, ഭജന തന്നെ. ഒരു സാധാരണ ഭക്തനായിട്ട് തന്നെയാണ് അദ്ദേഹം വരുന്നത്. പക്ഷെ ഇതൊന്നും മാറാതിരിക്കുമ്പോൾ എന്താ ഇനിയിപ്പോ ചെയ്യേണ്ടതെന്ന് എഴുത്തച്ഛനോട് ചോദിക്കാം എന്നൊരു ഇത് വന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരിസരം ആമക്കാവ്, എഴുത്തച്ഛന്റെ പരിസരം ആമക്കാവ് അല്ലെങ്കിൽ പൊന്നാനി ഭാഗത്ത്, ആമക്കാവ് ഭാഗത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. കുറച്ചു നാള് ഗുരുവായൂരടുത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു എഴുത്തച്ഛൻ. ആ സമയത്ത് അപ്പോ മേൽപ്പത്തൂര് ഒരു ശിഷ്യനെ അല്ലെങ്കിൽ ഒരു സഹായിയെ പറഞ്ഞയക്കുകയാണ്. എന്താ എഴുത്തച്ഛനോടൊന്ന് ചോദിക്കുക, എനിക്ക് അവിടെ വരെ വന്ന് ചോദിക്കാനുള്ളൊരു ഇതില്ല. കാരണം അന്നത്തെ കാലത്ത് വണ്ടിയൊന്നും ഇല്ലല്ലോ, നടന്നു പോകണമല്ലോ, അല്ലെങ്കിൽ കാളവണ്ടിയൊക്കെ ഉള്ളു. അപ്പോൾ അത് ഈ രോഗം സമ്മതിക്കുന്നില്ല. അപ്പോൾ ഒന്ന് അന്വേഷിച്ചു വരൂ പറഞ്ഞു. അങ്ങനെ ഈ മേൽപ്പത്തൂര് വിട്ടിട്ടുള്ള ആള് ഈ എഴുത്തച്ഛന്റെ വീട്ടിൽ വന്ന് നോക്കുമ്പോ എഴുത്തച്ഛനൊരു ഉമ്മർക്കോലായി ഒരു ചാരുകസേരയിൽ ഇങ്ങനെ കിടന്നിട്ട് എന്തൊക്കെയോ പറയണ്ട്, രാമരാമാന്നോ മരാമരാന്നോ ഇതൊക്കെയോ നാരായണ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വന്നിട്ട് വലിയ ഇഷ്ടമൊന്നായില്ല, എന്താ എഴുത്തച്ഛൻ അങ്ങനെയൊക്കെ പെരുമാറണേ എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു. ഞാൻ മേൽപ്പത്തൂര് ഭട്ടതിരിപ്പാട് വന്നിട്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹം ഗുരുവായൂർ ഭജന ഇരിക്കുകയാണ്. വാതരോഗം അച്യുത പിഷാരടിയുടെ അടുത്തുനിന്ന് ഛായാദാനം വഴി വാങ്ങിയിട്ടുണ്ടല്ലോ, അപ്പൊ അത് മാറിയിട്ടില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് അദ്ദേഹം ആരാഞ്ഞു. അങ്ങയോട് ഒരു ഉപദേശം ചോദിക്കാൻ എന്നെ പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ ഭട്ടതിരിപ്പാടിന്റെ സ്വദേശം നമ്മൾ പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ നമ്മുടെ ചങ്ങരംകുളത്തിനടുത്തുള്ള മുക്കുതല അവിടെയാണെന്നാണ് പറയുന്നത്, ചന്ദനക്കാവ്. അപ്പൊ അതിന്റെ അടുത്ത് തന്നെയാണ് എഴുത്തച്ഛനുള്ളത്. അങ്ങനെ ഇപ്പോ സമയത്ത് അപ്പോ എഴുത്തച്ഛൻ ഇങ്ങനെ ആ ഒരു ഇതിൽ പറഞ്ഞു, പട്ടേരിയോട് മത്സ്യം തൊട്ട് കൂട്ടിക്കൊള്ളാൻ പറയും എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഈ വന്ന സഹായിക്കൊക്കെ ദേഷ്യം വന്നില്ലേ, ആരോടെ പറയണേ ഭട്ടതിരിപ്പാടിനോട് മത്സ്യം തൊട്ട് കൂട്ടാനോ, ശുദ്ധ ബ്രാഹ്മണന്റെ അടുത്ത്, അതും ഗുരുവായൂരപ്പന്റെ അടുത്ത് ഭജന കൂട്ടായിരിക്കാനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ വലിയ എഴുതിയൊക്കെ കള്ളും കുടിച്ച് ആകെ ഒരു ഇതായാലും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കൊക്കെ ദേഷ്യം വന്നിട്ട് നേരെ ഭട്ടതിരിപ്പാടിന്റെ അടുത്ത് പോയി. അപ്പൊ ഭട്ടതിരിപ്പാട് ചോദിച്ചു, എന്താ പറഞ്ഞത്, എഴുത്തച്ഛൻ എന്താ പറഞ്ഞത്? അപ്പൊ ഇതൊന്നും തിരുമേനിയോട് ഇതൊന്നും പറയാൻ വയ്യാന്നേ, താങ്കൾ പറയൂ. അങ്ങനെയാണ് പറയാ, പട്ടേരിയോട് മത്സ്യം തൊട്ട് കൂട്ടാൻ പറഞ്ഞു. അപ്പൊ ഉടനെ ബുദ്ധിമാനായിട്ടുള്ള നാരായണ ഭട്ടതിരിപ്പാടിന് മനസ്സിലായി മത്സ്യാവതാരം ഭഗവാന്റെ മഹാവിഷ്ണുവായിട്ടുള്ള ചതുർബാഹു രൂപത്തെയാണ് ആരാധിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ ആദ്യത്തെ അവതാരമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന മത്സ്യാവതാരം തൊട്ടിട്ട് കൂട്ടിക്കൊള്ളു. അത് ആ മത്സ്യാവതാരം തൊട്ടിട്ട് ഉള്ള ആ ദശാവതാരങ്ങളെയും സ്മരിച്ചു കൊണ്ടിട്ടുള്ള ഒരു കാവ്യം എഴുതുക, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മേൽപ്പത്തൂരിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ഈ ഭഗവാനെ സമർപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഭാഗവതമാണ് അദ്ദേഹത്തിന് മൂല രൂപമായിട്ട് വിചാരിച്ചത്. അപ്പൊ ഭാഗവതത്തെ അതാണ് അതിന്റെ ഒരു മൂലകോശം. അതിൽ നിന്ന് എടുത്തിട്ടുള്ള അതിന്റെ ആ രീതിയിൽ ആ കഥകളും ഭഗവാന്റെ ലീലകളും ഒക്കെ ഉദ്ദേശിച്ചിട്ട് ബാക്കി എഴുതുന്നതാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അങ്ങനെ എങ്ങനെ എഴുതണ്ടെന്നൊക്കെ തീരുമാനിച്ചു.
അങ്ങനെ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് ചിട്ടപ്പെടുത്തേണ്ടതെന്നൊക്കെ വിചാരിച്ചു. 100 ദശകങ്ങളായിട്ട് ഏകദേശം ഓരോ ദശകത്തിൽ ഒരു 10 ശ്ലോകമൊക്കെ വെക്കാം, അങ്ങനെയാണ് വന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവസാനം അത് എഴുതി വരുമ്പോഴേക്കും 100 ദശകം ഒരു 1036 തെറ്റാണ് സംഖ്യയെങ്കിൽ എന്നോട് ക്ഷമിക്കൂ, അത്രയും ശ്ലോകങ്ങൾ വന്നു എന്നാണ് പറയുക. ചില ദശകങ്ങളിൽ 10-ൽ കൂടുതൽ ശ്ലോകങ്ങൾ വന്നിട്ടുണ്ട് അത്ര. അങ്ങനെ ഇതൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ എഴുതാന്നൊക്കെ വിചാരിക്കുമ്പോൾ അദ്ദേഹത്തിന് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, വാതരോഗമാണല്ലോ. അപ്പോൾ മാതൃദത്തൻ എന്ന് പറയുന്നത്, ചില ആൾക്കാർ അദ്ദേഹത്തിന്റെ ശിഷ്യനാണെന്നും ചില ആൾക്കാർ അദ്ദേഹത്തിന്റെ അനുജനാണെന്നും പറയണ്ട. മാതൃദത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് അത് എഴുതാൻ സഹായിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ 2 ദശകങ്ങളും പ്രത്യേകിച്ച് ഭഗവാന്റെ വർണ്ണനകളും ഇതൊക്കെ പോയി. നമുക്കറിയാം, സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവദിപ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മനം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹൃദഭാഗ്യം ജനാനെന്ന് തുടങ്ങിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാണ്. പിന്നെ 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 അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യമൊക്കെ പറഞ്ഞു തുടങ്ങുകയാണ്. എൻ്റെ രോഗത്തിൽ നിന്ന് എനിക്ക് മുക്തി നൽകണേ, മുക്തി നൽകണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഭഗവാന്റെ ഓരോ അവതാരങ്ങളെയും പ്രകീർത്തിച്ചുകൊണ്ട് രാസക്രീഡയുണ്ട്, രുക്മിണി സ്വയംവരമുണ്ട്, കേശാദിപാത അലങ്കാരങ്ങളുണ്ട്, വർണ്ണനകളുണ്ട്, അങ്ങനെ എല്ലാം പറഞ്ഞ് ഇങ്ങനെ ഓരോതിനെയും വർണ്ണിച്ച് ഇങ്ങനെ അദ്ദേഹത്തിന് എഴുതണം എന്നുള്ള ആ ഒരു രീതി കിട്ടി. അപ്പൊ ചില സമയത്ത് സാക്ഷാൽ ഭഗവാനെ നോക്കിയിരുന്നിട്ടാണ് പറയുന്നത്. നമുക്കറിയാം, അഞ്ജനശിലയിൽ തീർത്തിട്ടുള്ള ചതുർബാഹുവായിട്ടുള്ള വൈകുണ്ഠേശ്വരന്റെ ആ ഒരു തിരുരൂപം അത് കണ്ടിട്ട് തന്നെയാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അങ്ങോട്ട് ഭക്തി അങ്ങോട്ട് മൂത്തിട്ടേ നമുക്ക് എന്താ ആ നിർഗളമായിട്ടാണ് ആ ഒരു ശ്ലോകങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. ചിലതിൽ നല്ല ഭക്തി, ചിലതിൽ എൻ്റെ രോഗം മാറ്റണേ എന്നുള്ള ആ ഒരു ശുഷ്കാന്തിയോട് കൂടിയിട്ടുള്ള അപേക്ഷ. എന്തൊക്കെ പറഞ്ഞാലും ആ പദങ്ങൾ ഇപ്പം നാരായണീയം വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഇനി അത് എത്ര പരിഭാഷ വന്നെന്നാലും ആ യഥാർത്ഥ എനിക്ക് സംസ്കൃതം ഒന്നും അറിയില്ല, പക്ഷെ എനിക്ക് കേൾക്കാൻ ഇഷ്ടം നാരായണീയം അതിൻ്റെ ഒരു ഭാഷയിലേക്കുള്ള തർജ്ജമയെക്കാളും ഒറിജിനലായിട്ടുള്ള സംസ്കൃതത്തിലെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയിട്ടുള്ള ആ വരികൾ തന്നെയാണ്. അതിൻ്റെ ഒരു തെളിമ ഗരിമ ആ പദങ്ങളിലെ ഒരു പോക്കുണ്ട്. നമ്മുടെ വാരധി തന്നെ തിരമാലകളിൽ നിന്ന് എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ ആ ഒരു രീതിയിൽ ഇങ്ങനെ തള്ളി വന്നിട്ട് സരസ്വതിയുടെ കടാക്ഷമാണോ, വിഷ്ണു ഭഗവാന്റെ കടാക്ഷമാണോ, വ്യാസന്റെ കടാക്ഷമാണോ, അതോ വ്യാസനെ എഴുതി കൊടുത്ത ഗണപതിയുടെ കടാക്ഷമാണോ, ഒന്നും മനസ്സിലാവില്ല. അത്രയ്ക്ക് അങ്ങോട്ട് ശുദ്ധമായിട്ട് വരികയാണ്. അത് അദ്ദേഹത്തിന് നല്ല ഗുരുനാഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ജന്മന കവിതയുള്ള ആളാണ്. നല്ല ഗുരുനാഥിനെ കിട്ടി. സ്വയമായിട്ടും കുറെ സംസ്കൃതത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗർവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിലാണ് അദ്ദേഹം തൻ്റെ ഇടത്തോടുകൂടി ഇത് ഗുരുവായൂരപ്പൻ എന്നെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റില്ല, അത്ര പഴുതടച്ചിട്ടുള്ള ഒരിതാണ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് എൻ്റെ ജന്മത്തിൽ കൊടുക്കാനില്ല എന്നുള്ളത് അത്രയും മനസ്സും ശരിക്കും പറഞ്ഞാൽ ചോരയും നീരും രക്തവും മാംസവും എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഴുകി ചേർന്നിട്ടുള്ള ഒരു എഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അങ്ങനെ എഴുതി വന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് നരസിംഹാവതാരത്തിന് സമയത്ത് ഒരു സ്റ്റോപ്പ് പോലെ ഒരു പോസ് പോലെ വന്നു. ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ ഈ ഒരു എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ റൈറ്റേഴ്സ് ക്രൈസിസ് എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയും. അതായത് പിന്നെ അങ്ങോട്ട് കിട്ടില്ല, ആ ഒരു പറ്റി നിൽക്കണം പോലെ നിൽക്കും. നമുക്ക് എന്തോ എഴുതാണ്ട് പക്ഷെ പറ്റുന്നില്ല, വരണില്ല. കാരണം ഇദ്ദേഹം എപ്പോഴും കാണുന്നത് നല്ല സുസ്മേര വദനനായിട്ടുള്ള ഭഗവാനാണ്. ഭഗവാനെ നോക്കിയിട്ട് ഭഗവാൻ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു, ഇദ്ദേഹം ഭഗവാനെ നോക്കി പടിഞ്ഞാട്ട് ഇരിക്കുകയാണ്. കുറച്ചും കൂടി പോയി നമസ്കാര മണ്ഡപം പോയി. അപ്പോൾ അവിടെ ഒരു തൂണിച്ചാലിരുന്ന് അദ്ദേഹം ഇങ്ങനെ കൈയും വേദനിക്കേണ്ട കാലും വേദനിക്കേണ്ട നീട്ടിയിരുന്ന് അദ്ദേഹം ഓരോന്ന് ഇതിങ്ങനെ ശ്ലോകങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ബാക്കി കിട്ടില്ല. ഭഗവാനെ ഒരു ക്രൗര്യഭാവത്തോടു കൂടിയിട്ട് ചിന്തിക്കാൻ പറ്റണില്ല. എങ്ങനെ എൻ്റെ ഭഗവാൻ അങ്ങനെ ആവാൻ പറ്റണേ? ഇങ്ങനെ ബ്രഷൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അലറാനോ അയ്യോ മാറി വിളക്കാനോ ഒന്നും ചിന്തിക്കാൻ പറ്റണില്ല. അത്രയും സൗമ്യനായിട്ടുള്ള, അല്ലെങ്കിൽ വേണമെങ്കിൽ പൂന്താനത്തിന്റെ തന്നെ ഭാഷയെ പറയാ ഉണ്ണിക്കണ്ണനെ, അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ സങ്കല്പം. പ്രത്യേകിച്ച് ഭാഗവതാണല്ലോ മൂലാധാരം, ശ്രീകൃഷ്ണ ലീലകളുടെ ഒരു കളിയുള്ള കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പൊ അദ്ദേഹത്തിന് ഒരു ഇത് വന്നത്ര. അപ്പൊ അദ്ദേഹം എന്തെന്ന് എഴുതാൻ പറ്റാതെ ഇങ്ങനെ തൂണിൽ തലചാച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സഹായി ഒരു നിമിഷം ഒന്ന് ഉറങ്ങിപ്പോയിത്തര. കാരണം ഒന്ന് എഴുതാനില്ലാത്തപ്പോൾ വിരസത തോന്നിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ദിക്കലറും ആ ഒരു സൗണ്ട് കേട്ടിട്ട് അദ്ദേഹം ഞെട്ടി ഉണർന്നു. നോക്കുമ്പോൾ വേറെ ചുറ്റും ഗുരുവായൂരമ്പലത്തിൽ വേറെ ആരും അദ്ദേഹത്തിന് കാണുന്നില്ല. അദ്ദേഹം ഗുരുവായൂരപ്പനെ മാത്രം നോക്കുമ്പോൾ ഒരു തൂണ് അങ്ങോട്ട് പിളർന്നിട്ട് നരസിംഹം അങ്ങനെ മുന്നിൽ വന്ന് നിന്നു അത്രേ. അദ്ദേഹം ഭയചകിതനായി. എന്നാൽ വാതരോഗമല്ല, അങ്ങനെ ഒരു പരസഹായം ഇല്ലാതെ പെട്ടെന്ന് എണീക്കാൻ പറ്റൂ. എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് വെട്ടി വരച്ചിട്ട്
മേൽപ്പത്തൂർ ഇങ്ങനെ കിടുങ്ങിപ്പോയിത്രേ. അങ്ങനെ ആ കറക്റ്റ് ആ ഒരു എന്താണ് ഒരു 10 അടിയുള്ള ആ ഒരു നരസിംഹ അവതാരത്തിന്റെ കൺമുന്നിൽ അങ്ങനെ നിന്ന് കണ്ട് ആ ഒരു ക്രൗര്യഭാവത, അതായത് ജ്വലിക്കുന്ന കണ്ണുകള്, എന്താണ് ചെമ്മുടി, ആ കളറ്, ആ ഒരു ഇത് എന്താണ് നാക്കിങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ദംഷ്ട്രം വന്നിട്ട് കയ്യില് കൂർത്ത് നാക്ക എല്ലാവട്ടും സിംഹത്തിന്റെ മുഖവും മനുഷ്യന്റെ ഉടലുള്ള സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ നരസിംഹ അവതാരത്തെ അദ്ദേഹം അവിടെ വെച്ച് കണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അതിനുശേഷം ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ അദ്ദേഹം ഒന്ന് മനസ്സറിഞ്ഞ് വിളിച്ച സമയത്ത് എല്ലാം അദ്ദേഹം പെട്ടെന്നൊന്ന് ഞെട്ടി ഉണർന്നതുപോലെ ഉണരുമ്പോ എല്ലാം പഴയതുപോലെ തന്നെയാണ്. മാതൃത്വത്തിന് അവിടെ ഇരിക്കണം. ചില ഭക്തജനങ്ങൾ വന്ന് ഗുരുവായൂരപ്പനെ തൊഴുതു പോകുന്നുണ്ട്. അദ്ദേഹം ആകെ അങ്ങനെയാണ് ആ വരികൾ കിട്ടിയിട്ടാണ് പിന്നെ ആ നരസിംഹത്തിന്റെ വർണ്ണന ഉണ്ടായി എന്നാണ് പറയുക. അപ്പൊ ഇതാണ്. അപ്പൊ ഓരോ കഥകളാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുന്നതിന് അതിന് അത്രയും വലിയൊരു ശ്ലോകം എഴുതാണ്. അപ്പൊ വെറും ഒരു ഇതിൽ നിൽക്കണ്ടല്ലോ. അപ്പൊ ഏകാദശി വരുന്ന ഒരു ദിവസം നിർത്താൻ നോർത്തത് വൃശ്ചിക മാസം 28-ാം തീയതി അശ്വതി നക്ഷത്രത്തിലാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഇതെല്ലാം തീരുമാനിച്ചുറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് ഇത് ഭഗവാന് സമർപ്പിക്കണം. അപ്പൊ ആ ദിവസത്തെ കൽദിന സംഖ്യ കൂടി നോക്കിയിട്ട് അത്ര ആ അവസാനത്തെ ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ള ഇതും കൂടി അദ്ദേഹം ചിട്ടപ്പെടുത്തില്ല. അദ്ദേഹത്തിന് വേണ്ടതും അത് തന്നെയാണ്. പക്ഷെ ശരിക്കും എനിക്ക് അതിന്റെ കൽദിന സംഖ്യ അറിയില്ല. ഞാനത് അച്ഛനോട് ചോദിച്ചിട്ട് പറയാം. ഇവർക്ക് ഈ പരൽ സംഖ്യയൊക്കെ ജ്യോതിഷം അറിയുന്ന ആൾക്കാർക്ക് പരൽ സംഖ്യ കൊണ്ട് അമ്മാനാടുന്നവരാണ് അവര്. എനിക്ക് അത്രയ്ക്ക് രീതിയിൽ പരൽ സംഖ്യ അല്ലെങ്കിൽ കലിദിന സംഖ്യ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ ഗുരുവായൂരൊക്കെ പ്രഭാഷണം പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ആ ആയുരാരോഗ്യ സൗഖ്യം നേടിയത് ആ പരൽ പേരിൽ അത് ഭഗവാനോടുള്ള അന്നത്തെ കലിദിന സംഖ്യ. ഇപ്പോഴും കലിയുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നും ഒരു കലിദിനത്തിന് ഒരു സംഖ്യ ഉണ്ട്. എത്രാമത്തെ ദിവസമാണ് കലി ദിനം എന്ന് പറയുന്ന പോലെ തന്നെ അന്നത്തെ കലിദിന സംഖ്യയിൽ പരൽപ്പേരിലുള്ള അത് കലിദിന സംഖ്യ വെച്ചിട്ടുള്ളതിൻ്റെതായിട്ടാണ് അവര് ആയുരാരോഗ്യ സൗഖ്യം. അപ്പൊ അത് കുറച്ച് ദിവസം ആലോചിച്ചിട്ട് എടുത്തിട്ടാണ് ആ ഒരു വരി അദ്ദേഹം എഴുതിയതെന്നാണ് പറയുന്നത്. ശരിക്കും അതല്ലേ വേണ്ടത് അദ്ദേഹത്തിന്. പിന്നെ എന്താ വേണ്ടത്? അദ്ദേഹം ശരിക്കും സന്യാസി വര്യനല്ല, ഗൃഹസ്ഥാശ്രമിയാണ്. അപ്പൊ സൗഖ്യം വേണം. സൗഖ്യം മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ? അതിന് ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ എന്ത് സൗഖ്യം ഇട്ടിട്ട് അത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? അപ്പൊ ആരോഗ്യ സൗഖ്യമുള്ളവർക്ക് അല്പായുസായിട്ട് കാര്യമുണ്ടോ? അത് നീളം ആയുസ് കിട്ടണ്ടേ? അപ്പൊ ആയുരാരോഗ്യ സൗഖ്യം തരണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ടൊരു പട്ടില് പൊതിഞ്ഞിട്ട് ഈ നാരായണിയും അത് ഗുരുവായൂരപ്പൻ അദ്ദേഹം തന്റെ ഭക്തി മൊത്തം വെച്ചിട്ട് ഇത് കൂടുതൽ ഇനി ഈ മനുഷ്യന് പറ്റില്ല ഭഗവാനെ, എന്റെ തലച്ചോറും ഹൃദയം അത്രയ്ക്ക് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് സമർപ്പിച്ചതാണ് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന് നാരായണിയും. അതുകൊണ്ട് തന്നെയാണ് നാരായണത്തിന്റെ ഇത്രയും വലിയ പ്രത്യേകത വരുന്നത്. പിന്നെ എന്താണ് ഈ ഒരു നാരായണീയത്തിന്റെ ഒരു ഇത്? ബാക്കി പൂന്താനവും നാരായണി മേൽപ്പത്തൂർ തിരുമേനി തമ്മിലുള്ള കഥ വേറെ ഉണ്ട് കേട്ടോ. അത് വേറെ ഇത് അത് നമുക്ക് പിന്നെ പൂന്താനായിട്ടുള്ള ഒരു കഥ വരുമ്പോൾ പറയുന്നതിന്റെ കൂടെ അത് പറയണില്ല എന്നുള്ളൂ. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് ഇത് ഭഗവാൻ അത് അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ വാതരോഗം നിശേഷം മാറി. എത്ര വൈദ്യന്മാരെ അച്യുത പിഷാരുടെ തൊട്ടിട്ട് കാണാൻ തുടങ്ങിയതാണ്, മേൽപ്പത്തൂരും കാണാൻ തുടങ്ങി. എന്നിട്ടൊന്നും മാറാതെ ആ വാതാലയേശൻ, ആ മഹാവൈദ്യൻ അദ്ദേഹം ആ വാതരോഗം മാറ്റിയതാണ്. ശരിക്കും വാതാലയേശൻ എന്ന് പറഞ്ഞാൽ വാതരോഗം മാറ്റുന്ന ആളെന്ന് മാത്രമല്ല കേട്ടോ അർത്ഥം. ഇത് വായുവുമായിട്ടൊക്കെ ബന്ധമുണ്ട് ആ വാതാലയം എന്നുള്ള പദത്തിലൊക്കെ. അത് വേറെ കാര്യം. പക്ഷെ ഇതും ബന്ധമുണ്ട്. വാതരോഗം മാറ്റിയിട്ടുള്ള ആ ഒരു അതാണ് നമ്മുടെ സാക്ഷാൽ മഹാവൈദ്യനാണ് ശ്രീ ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് തന്നെ ഏത് മാറാരോഗങ്ങളും അവിടെ വന്നു കഴിഞ്ഞാൽ മാറും എന്നാണ് പറയുക. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ പാണ്ഡ്യരാജാവിന്റെ കുഷ്ഠരോഗം ചികിത്സിച്ച് അദ്ദേഹം ഗുരുവായൂരപ്പനാണ് മാറ്റിയെന്നാണ് പറയുക. ചെമ്പയ്ക്ക വൈദ്യൻ തന്റെ സ്വന്തം ശബ്ദം നിലയ്ക്കുന്ന സമയത്ത് ഒരു കണക്കിന് നമ്മുടെ വൈദ്യമഠത്തിന്റെ ചികിത്സ ഉണ്ടെങ്കിൽ കൂടെ യഥാർത്ഥ മഹാവൈദ്യൻ ഗുരുവായൂരപ്പൻ തന്നെ എന്നാണ് പറയുക. അദ്ദേഹം ധന്വന്തരി മൂർത്തിയും കൂടിയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ നാരായണീയം എഴുതി രചിച്ചു വരുന്നിട്ടുള്ള ആ ദിവസമാണ് നാരായണീയ ദിനമായിട്ട് പറയുന്ന വൃശ്ചികം 28. അത് ഡിസംബർ മാസം 13-ാം തീയതി തൃക്കാർത്തിക ദിവസമാണ് ആ ദിവസം ഉള്ളത്. ശരിക്കും അന്നത് അശ്വതി നക്ഷത്രത്തിലായിരുന്നു കേട്ടോ. അത് പിന്നെ നക്ഷത്രവും തിഥിയും നമുക്കിപ്പോൾ എപ്പോഴും പറയാൻ വയ്ക്കില്ല. അതുകൊണ്ട് വൃശ്ചിക 28 എന്നുള്ളൊരു ഡേറ്റ് ദേവസ്വം അതെടുത്തിട്ട് ആ നാരായണീയ ദിനമായിട്ട് വയ്ക്കണം എന്നുള്ള ഒരുപാട് അക്ഷരശ്ലോക മത്സരമൊക്കെ ഗുരുവായൂർ വെച്ച് നടക്കാറുണ്ട്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അതിൽ മത്സരത്തിൽ ജയിച്ച സമ്മാനമൊക്കെ വാങ്ങാറുള്ള ആൾക്കാരാണ്. അപ്പൊ രോഗമുക്തിക്ക് 100-ാമത്തെ ദശകം വായിക്കുന്നത് വളരെ അത്യുത്തമമാണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇഷ്ട വരനെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് രുക്മിണി സ്വയംവരം അത് പാരായണം ചെയ്യാൻ, നാരായണത്തിലെ ഭാഗം പാരായണം ചെയ്യാൻ പറയാറുണ്ട്.
ദാമ്പത്യ കലഹങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ തന്നെ രാസക്രീഡ എന്നുള്ള നാരായണീയത്തിലെ ദശകാതിലത്തെ ഉള്ളത് നമ്മൾ വായിക്കാൻ പറയാറുണ്ട്. അങ്ങനെ പല പല ഓരോന്നിനും ഓരോ ഇതാണുള്ളത്. നമ്മുടെ ഐഹികമായിട്ടുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ടും കൂടിയാണ്. വെറും ഒരു മോക്ഷം ആഗ്രഹിച്ചിട്ട് മാത്രമല്ല, സാധാരണ ഗൃഹസ്ഥാശ്രമികൾക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു മഹാകാവ്യമാണ് നാരായണീയം. ശരിക്കും അദ്ദേഹം ഭഗവാനോട് തന്നെ പറയേണ്ട, അദ്വൈത ചിന്ത വരുന്നതിന് മുന്നിൽ തന്നെ ഭഗവാന്റെ ഈ സൃഷ്ടി ലീലകളൊക്കെ ഇത്തിരി കടുപ്പാണല്ലോ ഭഗവാനെ എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹം നോക്കുമ്പോൾ മാനവരാശിയും അതല്ലാത്ത പക്ഷി സമൂഹങ്ങളും മൃഗങ്ങളും ബാക്കി സസ്യജന്തുജാലങ്ങളും ഭൂമിയും പ്രപഞ്ചവും എന്തൊക്കെയോ കഷ്ടങ്ങൾ അവർക്ക് ഉള്ളത് പോലെയാണ് അത്ര അദ്ദേഹത്തിന് തോന്നിയത്. എന്നാൽ യഥാർത്ഥത്തില് താൻ ഭക്തൻ തന്നെയാണ് ഭഗവാൻ എന്നുള്ള ആ ഒരു ബോധം അത് വന്നതിന് ശേഷമാണത്രേ ഭഗവാനെ അങ്ങയുടെ ലീലകൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്തുതി മേൽപ്പത്തൂരിന് വന്നതെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ഏറ്റവും കൂടുതൽ ഭക്തർക്ക് വേണ്ടിയിട്ട് എല്ലാം തരുന്ന മഹാപൊരുളാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ സ്വർഗലോകത്തിന് എന്നോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഇന്ദ്രന്റെ ആ പാരിജാത വൃക്ഷം, ആ കൽപ്പതാരു പിന്നെ എന്തിനാണ്? അങ്ങ് തന്നെ ഈ ഭൂലോകത്തുണ്ടെങ്കിൽ പിന്നെ ഈ ഭൂമി വിട്ടിട്ട് പിന്നെ എങ്ങാണ്ടുള്ളൊരു സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സ് വ്യഥാ വിഷമിക്കുന്നത് എന്തിനാണ്? അതുമാത്രമല്ല, മറ്റ് ഏത് ദേവതാ സങ്കല്പത്തെക്കാളും ഏറ്റവും ഉയർന്നതായിട്ടിരിക്കുന്ന ആ ചൈതന്യം, ആ പ്രഭ അങ്ങയുടേത് തന്നെയാണെന്നുള്ളതാണ് മേൽപ്പത്തൂർ പറയുന്നത്. ഇപ്പൊ പുതുതായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ മാന്തളിരിന്റെ നിറമാർന്ന അദ്ദേഹത്തിന്റെ ആ തൃപ്പാദങ്ങളെ പ്രണമിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു തന്റെ ഗ്രന്ഥം ആയുരാരോഗ്യ സൗഖ്യം തരണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥം സമർപ്പിക്കുന്നത്. ഗ്രേപശ്യാമി തൊട്ടിട്ടുള്ള എത്ര അല്ല കേശപാശധൃത പിഞ്ചിക, അത് എത്ര മഹത്തായ വരികള്. എന്തായാലും ഭഗവാന്റെ ആ ഒരു പുണ്യത്തിന് വേണ്ടിയിട്ട് നിലയുറച്ചിട്ടുള്ള ആ മഹാത്മാവ്. യോഗീന്ദ്രാണാം ദദംഗേഷു ദിഗസുമധുരം മുക്തിഭജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതിരകിസലയം നാദദേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേം ഭവനപുരവരേ കൃഷ്ണാകാരുണ്യ സിന്ധോ ഋത്വാനുശേഷിതാപൻ പ്രതിശുദ്ധ പരമാനന്ദ സന്തോഹ ലക്ഷ്മി.